കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെന്മാറ GGVH സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. നിങ്ങൾ കുളങ്ങളിലോ മറ്റു ജലസ്രോതസ്സുകളിലോ കുളിക്കുമ്പോൾ അവിടെ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് അത്ര വലിയ കാര്യമായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നീന്തൽ പഠിക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്നു, അഥവാ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ കാൽപാദങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ വെള്ളത്തിൽ അടിയിലുള്ള മലിനമായ ജലം, അതുപോലെ തന്നെ ചെളി പൊങ്ങി വരുന്നു. ഈ മലിനമായ ജലത്തിലും ചെളിയിലുമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അമീബ കാണപ്പെടുന്നത്, അഥവാ നെഗ്ലേരിയ ഫൗളറി. ഈ നെഗ്ലേരിയ ഫൗളറി മേലേക്ക് എത്തിക്കും. നമ്മൾ മുങ്ങി കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലേക്ക് വെള്ളം തെറിക്കുന്ന സമയത്ത് അങ്ങനെ ഏത് വഴിയിലൂടെയും നമ്മുടെ മൂക്കിലൂടെ പ്രവേശിച്ച് നമ്മുടെ നാഡീവടൂരത്തിലൂടെ ബ്രെയിനിലെ ടിഷ്യൂസ് കാർന്നു തന്നു. ഇവ ഏറ്റവും അപകടകാരികളായ ഒരു വിഭാഗമാണ്. അമീബയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടകാരികളായ ഒരു വിഭാഗമാണ് നെഗ്ലേരിയ ഫൗളറി. ഈ നെഗ്ലേരിയ ഫൗളറി നമ്മുടെ തലച്ചോറിന് തിന്നുക മാത്രമല്ല, അത് തലച്ചോറിന്റെ ടിഷ്യൂസ്, അതുപോലെ തന്നെ ഉള്ളിലുള്ള മറ്റു ആവശ്യകരമായ സാധനങ്ങൾ എല്ലാം തിന്നും. ഇതുമൂലം പല ലക്ഷണങ്ങളും ഉണ്ടാകും. പ്രാഥമിക ലക്ഷണങ്ങൾ, ഗുരുതരാവസ്ഥയിലുള്ള ലക്ഷണങ്ങൾ. പ്രാഥമിക ലക്ഷണങ്ങളായി കടുത്ത പനി, തലവേദന, മറ്റു രോഗങ്ങൾ. ഗുരുതരാവസ്ഥയിലുള്ള ലക്ഷണങ്ങൾ എന്നാൽ അപസ്മാരം, അതുപോലെ തന്നെ മറവി, ഇല്യൂഷൻ എന്നിവയാണ്. ഇവ അത്ര വലിയ അസുഖമായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ കേരളത്തിൽ 2025 ഈ വർഷത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ടാണ് 80 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1921 ഈ അമീബ കണ്ടുപിടിക്കുന്നതിനും നമ്മൾ ഇന്നും ആ അമീബയെ കുറിച്ചുള്ള അസുഖത്തിന്റെ മറ്റു വിവരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ ഇന്നും ഒരു നോട്ടപ്പുള്ളിയായിട്ടാണ് അമീബ കാണപ്പെടുന്നത്. ഇത്രയും വലിയൊരു അസുഖം നമുക്ക് തടയാൻ കഴിയുന്നത് ഒരൊറ്റ മാർഗത്തിലാണ്, ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ പല വീടുകളിലും ചെയ്യുന്നതായിരിക്കും. കിണറ്, മറ്റു ജലസ്രോതസ്സുകളിൽ ചെയ്യാത്ത ഒന്നും, അതുപോലെ തന്നെ നിർബന്ധമായി ചെയ്യേണ്ടതൊന്നുമായിട്ടുള്ള ക്ലോറിനേഷൻ നമ്മുടെ ജീവൻ സംരക്ഷിക്കും. ഓരോ കാര്യങ്ങൾക്കും ഓരോ അളവാണല്ലോ. 1 ലിറ്ററിന് 2.5 ഗ്രാമും അതുപോലെ തന്നെ 1000 ലിറ്ററിന് 5 ഗ്രാമും എന്നതാണ് ക്ലോറിനേഷന്റെ കണക്ക്. ഈ ക്ലോറിനേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവൻ സഹായിക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ഈ അസുഖം ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇനി ബാധിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഇവിടെ വിഷയം പൂർത്തിയാക്കുന്നു.